ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ.
ചേരട്ടെ. നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെപ്പോഴക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങോകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്യെത്തും ഏണിപ്പോ പ്രകാശമാം ദൂതർ വിളിക്കുന്നേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും തലയിണയെ ബധിലാക്കും ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കഞ്ഞിരത്തിങ്കലെ ദുഃഖാപ്പന്റെ അടക്കിന്റെ കർമ്മങ്ങൾ നമ്മൾ ഭവനത്തിൽ ആരംഭിക്കുകയാണ്.
99 വർഷത്തെ നീണ്ട ജീവിതകാലത്തിന് ശേഷം അദ്ദേഹം ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും ആദരപൂർവമായ ഒരടക്ക്. അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് എത്തുമ്പോൾ ആത്മാവിനെ വഹിച്ച ശരീരത്തെ ഏറ്റവും മാന്യമായി ഭൂമിയിലെ മണ്ണോട് മണ്ണാക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത് തനിക്കുണ്ടായ 7 മക്കളെയാണ്. ആ 7 മക്കളും ആ 7 മക്കളുടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ പരിചയക്കാരും ബന്ധുക്കളും ചേർന്നാണ് അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാം. പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ലൂക്കപ്പാപ്പന്റെ ആത്മാവിനെ ദൈവമേ കരുണയോടെ വിധിക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധകാലത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഒക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ ദൈവമേ പൊറുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മതസംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കാം. അനന്തപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിമീതിനെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരാ. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യരും നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അത്യധികമായ സ്നേഹിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവലിയവനും സുത്യർഹനമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജന ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മൃത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. അതുമുതൽ ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരൻ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നും നാം കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛ മാതാപിതാക്കന്മാരെ, സഹോദര സഹോദരന്മാരെ, സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടവും അതോടൊപ്പം വേദനയും കൂടിയാണ് കാഞ്ഞിരത്തിങ്കലെ അപ്പാപ്പനെ നഷ്ടപ്പെടുന്നത്. കാരണം സെന്റ് തോമസ് പള്ളിയുടെ പ്രായം 100 വർഷമാവുകയാണ്. കാഞ്ഞിരത്തിങ്കലെ അപ്പാപ്പന്റെ പ്രായം 99 വയസ്സ് പൂർത്തിയായി. പള്ളിയുടെ അതേ പ്രായത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇടവകയിലെ ഏറ്റവും മൂത്തയാളായിരുന്നു. ലൂക്കാപ്പാപ്പനായിരുന്നു നിലവിൽ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ഇടവകയിൽ ഏറ്റവും അനുഭവമുള്ള വ്യക്തി. ലൂക്കാപ്പാപ്പന്റെ ഈ വിയോഗം ദൈവത്തിങ്കിലേക്കാണെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവുമാണ്. കാരണം മനുഷ്യൻ ജനിച്ചാൽ അവന് മരണം ഉറപ്പാണ്. ആ ഉറപ്പുള്ള മരണത്തിൽ ആയുസ്സോടെ ജീവിക്കാൻ പറ്റുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ 2 നഷ്ടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ജീവിതകാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ 2 നഷ്ടങ്ങൾ: 1 മക്കളില്ലാതെ മരിക്കുക, 2 ആയുസ്സെത്താതെ ആയുസ്സിന് മുമ്പേ അകാല വൃത്തി വരിക്കുക. ഈ 2 കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അവന് വ്യക്തിപരമായ കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ 2 കാര്യങ്ങൾ കാഞ്ഞിരത്തിങ്കലെ അപ്പാപ്പനെ സംബന്ധിച്ച് പൂർണ്ണമായും നിറവേറ്റിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 7 മക്കളെ ദൈവം സമ്മാനമായിട്ട് കൊടുത്തു. ആ 7 മക്കളെയും അദ്ദേഹം വളർത്തി, അവരെ പ്രായപൂർത്തിയാക്കി, അവരെ വിവാഹം കഴിപ്പിച്ച് വെച്ചു. ഓരോരുത്തരും ഓരോ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചു. തന്റെ എല്ലാ ഉത്തരവാദിത്വവും പൂർണ്ണമാക്കി. ദൈവം തന്നെ ഏൽപ്പിച്ച തന്റെ ഭാര്യ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു. അതുകൂടാതെ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ വേദന, തന്റെ ജീവിതകാലത്ത് തന്റെ 2 ആൺമക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അവരെയും മാന്യമായി ദൈവത്തിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം ഇന്ന് തന്റെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കി അദ്ദേഹവും മടങ്ങുകയാണ്. ഏറ്റവും ആദരപൂർവ്വം നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. തന്റെ പ്രായം പങ്കുവയ്ക്കാതെ, അധികം ആരോഗ്യസ്ഥിതികളിലൊന്നും കൂടുതൽ കഷ്ടപ്പെടുത്താതെ ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു എന്നുള്ളത് ദൈവം അദ്ദേഹത്തോട് ചെയ്ത കരുണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കത്തോലിക്ക സഭ ഈ വർഷം കരുണയുടെ വർഷമായിട്ട് ആചരിക്കുകയാണ്. കരുണയുടെ വർഷം ആചരിച്ചപ്പോൾ ദൈവം ലൂക്കാപ്പാപ്പനോട് കരുണ കാണിച്ചു എന്നുള്ളത് ഏറ്റവും നല്ല ഒരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ വ്യക്തിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രായത്തിന്റെ ബുദ്ധിമുട്ടിൽ, തന്റെ വെളിവില്ലായ്മയിൽ, അവസാന കാലമാകുമ്പോൾ മനുഷ്യന് വെളിവില്ലാത്ത സമയം വരും. തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന തന്റെ മകനെയോ മകളെയോ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു കാലം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇന്ന് നമ്മൾ ഓർമ്മിച്ചു വളർത്തുന്ന നമ്മുടെ എല്ലാ മക്കളും നമ്മുടെ അവസാന കാലഘട്ടത്തിൽ സുബോധമില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് നമ്മൾ ചോദിക്കും, ഇതാരാണ് വന്നിരിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം തീർത്തും അപരിചിതരായിരിക്കും. അദ്ദേഹം ഒരുപക്ഷെ ഉത്തരം പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞേക്കാം. മക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയാണ് അപ്പൻ മക്കളെ അറിയില്ല എന്ന് പറയുന്നത്. പ്രായത്തിന്റെ അരിഷ്ടതകളും കഷ്ടതകളുമാണത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സാഹചര്യം, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നില്ല. അവസാന ദിവസങ്ങളിൽ മാത്രം കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ബാക്കി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം ആരോഗ്യവാനായിരുന്നു. പൂർണ്ണ സുബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുമ്പസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണ ബോധത്തോടെ തന്റെ പാപങ്ങൾ അദ്ദേഹം ഏറ്റുപറയുമായിരുന്നു. വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. വിശുദ്ധ കുമ്പസാരത്തിന് മുമ്പ് ഒരുക്ക പ്രാർത്ഥനകളുണ്ട്. തന്റെ പ്രായം വകവയ്ക്കാതെ മുറിയടച്ചിട്ട് അദ്ദേഹം എന്റെ മുമ്പിൽ എപ്പോഴും എല്ലാ പ്രാർത്ഥനകളും ഒന്നുവിടാതെ ഏറ്റുചൊല്ലിയതിനു ശേഷമാണ് പാപമേറ്റ് പറയുകയുണ്ടായിരുന്നുള്ളൂ. തന്റെ വിശ്വാസ ജീവിതം അദ്ദേഹം ഏറ്റവും നന്നായി നമുക്ക് മാതൃകയാക്കി അവതരിപ്പിച്ചു തന്നു. അവസാന കാലത്തും അദ്ദേഹം ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യയും 2 ആൺമക്കളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും പരാതിയോ പരിഭവമില്ലാതെ ആ കാരണം കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചതല്ലാതെ 1 ഇഞ്ച് പോലും അകലാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഏറ്റവും ആദരപൂർവ്വം നമുക്ക് ഈ അടക്ക്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കർമ്മങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുംഭസ്ഥാനത്തിൽ ഏറ്റുപറയാതെ മറന്നുപോയതായിട്ടുണ്ടെങ്കിൽ ദൈവമേ, കനിവോടെ ദൂർത്തപത്തിനോട് ക്ഷമിച്ചതുപോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഈ വ്യക്തിയോട് ദൈവമേ പൂർണ്ണമായും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മരണം നമുക്കും ഉറപ്പാണ്. ബൈബിൾ മരണത്തെക്കുറിച്ച് പറയുന്നത്, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നിലത്ത് തെറിച്ചു വീണ വെള്ളം പോലെയാണ്. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർത്ത് പരിതപിക്കാനല്ലാതെ ആ ദിവസം വീണ്ടും പിന്നോട്ടെടുക്കുവാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല. അതുകൊണ്ട് ജീവിതകാലത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും, ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ളിപ്പറഞ്ഞ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരുവാനും, കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കുവാനും നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതകാലത്തും ലൂക്കാപ്പാപ്പനെ പോലെ ദൈവത്തോട് കൂടുതലടുത്ത് നന്നായി പ്രാർത്ഥിച്ച് ഒരു നല്ല മരണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആയുസ്സോടെ മരിക്കുക എന്നുള്ളത് 2ാമത്തെ കാര്യം.
ലൂക്കാപ്പാപ്പന്റെ വയസ്സ് 99 വയസ്സ്. ബൈബിൾ പറയുന്നത് 70 വയസ്സാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും മരണത്തിനുള്ള യോഗ്യതയുള്ള പ്രായം. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന പ്രായമാണ് 70. ലൂക്കാപ്പാപ്പന് അതും കഴിഞ്ഞ് വീണ്ടും കിട്ടി വർഷങ്ങൾ, 29 വർഷം കൂടെ നീട്ടിക്കിട്ടി. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അകാലത്തിൽ ഒരു അസുഖം പിടിപെടുകയാണ്. ദൈവം ഒരു അസുഖം കൊടുക്കുകയാണ്. അദ്ദേഹം കരയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് 55 വയസ്സായിട്ടേ ഉള്ളൂ, 70 തികഞ്ഞിട്ടില്ല, ഇപ്പോൾ എന്നെ തിരിച്ചു വിളിക്കരുതേ എന്ന്. ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം കരഞ്ഞത് തന്റെ പ്രായം പരിഗണിച്ചാണ്. ദൈവമേ, 70 വയസ്സ് വരെയെങ്കിലും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ദൈവം പ്രാർത്ഥന കേട്ട് 15 വർഷം കൂടെ ഹെസക്കിയ രാജാവിന് നീട്ടിക്കൊടുക്കുകയാണ്. നീട്ടിക്കൊടുക്കുന്നത് പ്രവാചകൻ വഴിയായിട്ടാണ്. യെശയ്യാ പ്രവാചകനാണ് ചെന്ന് പറയുന്നത്, നിനക്ക് ഞാൻ 15 വർഷത്തേക്കും കൂടി ആയുസ്സിന് നീട്ടിത്തന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ലൂക്കാപ്പാപ്പനെ സംബന്ധിച്ച് അതും ഒരു ഭാഗ്യമാണ്. 70 കഴിഞ്ഞ് 99 വരെ എത്തി പൂർണ്ണമായും ആരോഗ്യത്തോടെ സുബോധത്തോടെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ഈശോ മറിയം ഔസേപ്പെ ചൊല്ലി മരണത്തെ സ്വീകരിക്കാൻ, തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചുകൊണ്ട് ബോധത്തോടെയാണെങ്കിലും അല്ലെങ്കിലും എല്ലാ മക്കളുടെ സാന്നിധ്യത്തിൽ മരണത്തെ സ്വീകരിക്കാൻ, ദൈവത്തിന്റെ ദൂതനെ സ്വീകരിക്കാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം നൽകി. ആ ഭാഗ്യം കൊടുത്ത ദൈവത്തെ നമുക്ക് ആത്മാർത്ഥമായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ലൂക്കാപ്പാപ്പന്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ തുടരാം. അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കണമേ എന്ന് അങ്ങയുടെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാംഗൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി അങ്ങയുടെ ഈ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവും ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു?
തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുകമർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമരിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആയതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ
കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പള്ളിയിലെ പ്രാർത്ഥനാ കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. അവരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈശോ വ്രതരാം അഖിലർക്കും ജീവനും അതുപോൽ ശരണവുമരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. ഹൃദിയാൽ തന്നെ ഹൃദിയുടെ കൈപ്പല്ല കഴുകിയ നാഥ എന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും. മൃതരുടൻ എഴുന്നേൽക്കും. നാഥനയക്കുന്നു. ദുഷ്ടനും ഇളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ ആളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുത്താനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അർപ്പിക്കുന്നു. അവരോടുകൂടി ഈ ആണ്ടിന്റെ വലുപ്പ
ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മനുഷ്യനെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പ്രഘോഷിപ്പിക്കുകയും മറ്റു പുതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. കർത്താവേ, നിന്റെ ഈ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഖബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ ഖബറിടത്തെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സോപ്പാകൊണ്ടും നീ എന്നെ തളിക്കുക, അപ്പോൾ ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വന്മയുള്ളവൻ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടത്തെ നീ പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിമുതൽ എന്നേക്കുവാമേ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നെങ്കിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ
മരണത്തിൻ സന്ദേശവുമായി വന്നെങ്കിൽ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നെങ്കിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല വിധിയുടെ വിലീനമന്നു ഞാൻ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നെങ്കിൽ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്നരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുന്നു. കുന്തിരിക്കുള്ള എല്ലാവരും മതത്തിലേക്ക് കുന്തിരിക്കരുത്, ഇല്ലാത്തവര് ബാക്കിയുള്ളവർ കുഴിയിലേക്ക് ഇടുക. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടും ദിമവിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസ്സും. അവരാനങ്ങൾ പാടും മൃതനാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറകെ കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും ഹൃദയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ
എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗമാകുന്ന സഹോദരനെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിങ്ങളിൽ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം